ഹരി ഓം. ദശകം 36, ശ്ലോകം 5. ആഖേഡോപഗതോർജുന സുരഗവേ സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം നിയുക്തകുധിയാ തേനാഭിരുന്ധന്മുനി പ്രാണക്ഷേപ സരോഷഗോഹതചമൂ ചക്രേണ വത്സോ ഹൃദഃ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ആഖേഡ ഉപഗതഃ അർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ. ആഖേഡോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ തുത് പിത്രാ പരിപൂജിതഃ പുരഗതഃ ദുർമന്ത്രി വാചാ പുനഃ. ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രി വാചാ പുനഃ ഗാം ക്രേതും സചിവം നിയുക്ത കുധിയാ തേന അപി രുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോ ഹത ചമൂ ചക്രേണ വത്സഃ ഹൃദഃ. ഗാം ക്രേതും സജീവം നിയുക്തകുധിയാ തേനാഭിരുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂ ചക്രേണ വത്സോ ഹൃദഃ. ആഖേഡോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം നിയുക്തകുധിയാ തേനാഭിരുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂ ചക്രേണ വത്സോ ഹൃദഃ. 5 അന്വയവും അർത്ഥവും നോക്കാം. ഈ 5-ാം ശ്ലോകത്തിൽ ഈ കാർത്തവീര്യാർജുനനെ വധിക്കുവാനുള്ള കാരണമാണ് പറയുന്നത്. ആഖേഡോപഗതഃ അർജുനഃ. ആഖേഡോപഗതഃ അർജുനഃ. നായാട്ടിന് പുറപ്പെട്ട് എത്തിച്ചേർന്ന കാർത്തവീര്യാർജുനൻ എന്ന് വെച്ചാൽ ഈ കാർത്തവീര്യാർജുനൻ നായാട്ടിന് പോയി. അത് എവിടെ എത്തിച്ചേർന്നു? ജമദഗ്നിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു, അതിൻ്റെ പരിസരത്തിൽ എത്തിച്ചേർന്നു. അതാണ് പറയുന്നത് ആഖേഡോപഗതഃ അർജുനഃ. അർജുനഃ എന്ന് പറഞ്ഞാൽ കാർത്തവീര്യാർജുനൻ. നായാട്ടിന് പുറപ്പെട്ട് എത്തിച്ചേർന്ന കാർത്തവീര്യാർജുനൻ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത്പിത്രാ പരിപൂജിതഃ. സുരഗവീ സംപ്രാപ്ത കാമധേനുവിൽ നിന്ന് ലഭിച്ച സമ്പദ്ഗണൈഃ സമ്പൽ സമൃദ്ധി കൊണ്ട് ത്വത്പിത്രാ പരിപൂജിതഃ നിന്തിരുവടിയുടെ പിതാവിനാൽ സപരിവാരം സൽക്കരിക്കപ്പെട്ടു. ആരുടെ പരിവാരം? ആ നായാട്ടിന് പോയ എത്തിച്ചേർന്ന ആ കാർത്തവീര്യാർജുനൻ്റെ ആ പരിവാരത്തിനെ ജമദഗ്നി എന്ന് വെച്ചാൽ പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നി വളരെ നന്നായിട്ട് അവരെ സൽക്കരിച്ചു. എങ്ങനെയാണ് സൽക്കരിച്ചത്? ആ കാമധേനുവിൽ നിന്ന് ലഭിച്ച ആ സമ്പദ് സമൃദ്ധി കൊണ്ട് ആണ് ആ പരിവാരത്തിനെ മുഴുവൻ സൽക്കരിക്കപ്പെട്ടത്. പുനഃ പുരഗതഃ ദുർമന്ത്രിവാച ഗാം ക്രേതും സജീവം നിയുക്ത. പുനഃ പിന്നീട് പുരഗതഃ എന്ന് വെച്ചാൽ നഗരത്തിൽ ചെന്നിട്ട് പുനഃ പുരഗതഃ പിന്നീട് പുരം എന്ന് പറഞ്ഞാൽ നഗരം. ആ നഗരത്തിൽ ചെന്നിട്ട് ദുർമന്ത്രിവാച ഗാം ക്രേതും സജീവം നിയുക്ത. രാജാവ് ദുഷ്ടനായിട്ടുള്ള മന്ത്രിയുടെ ഉപദേശപ്രകാരം കാമധേനുവിനെ വിലയ്ക്ക് വാങ്ങാൻ മന്ത്രിയെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജാവിൻ്റെ ആ ദുഷ്ടനായിട്ടുള്ള മന്ത്രി പറയുകയാണ്, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്രയും ഐശ്വര്യങ്ങളായിട്ടുള്ള കാമധേനുവും കാര്യങ്ങളും ഒക്കെ രാജാവിൻ്റെ കയ്യിൽ വേണം ഇരിക്കാൻ, അല്ലാതെ ഈ ആശ്രമത്തിലല്ല ഇരിക്കേണ്ടതെന്ന് ആ ദുർമന്ത്രി ഉപദേശിച്ചു കൊടുക്കുന്നു. ആ ഉപദേശപ്രകാരം ആ കാമധേനുവിനെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞ മന്ത്രിയെ തന്നെ നിയോഗിക്കുന്നു.
രുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹതചമൂചക്രേണ. രുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹതചമൂചക്രേണ. ആ ബലാത്ഗ്രഹണം തടയുന്ന ജമദഗ്നിയുടെ നിഗ്രഹം കൊണ്ട് കോപിച്ച കാമധേനുവിനാൽ നശിക്കപ്പെട്ട സൈന്യ സമൂഹത്തോടു കൂടിയവനും എന്ന് പറഞ്ഞാൽ എന്തൊന്നാണ്? അപ്പോൾ അവിടെ ചെന്ന് ചോദിക്കുന്നു, ആശ്രമത്തിൽ ജമദഗ്നി പശുവിനെ കൊടുക്കുന്നില്ല. അപ്പോൾ ആ ബലാത്കാരം പ്രയോഗിച്ച് കൊണ്ടുവരാനായിട്ട് ആ മന്ത്രി തീരുമാനിക്കുന്നു. അങ്ങനെ ബലാത്കാരം ചെയ്യുന്ന സമയത്ത് ജമദഗ്നി അതിനെ തടയുന്നു. അപ്പോൾ ജമദഗ്നിയെ അവർ കൊന്നുകളയുന്നു, നിഗ്രഹിച്ചു കളയുന്നു. അങ്ങനെ തൻ്റെ ആശ്രമത്തിലെ യജമാനായ ജമദഗ്നിയെ കൊന്നത് കൊണ്ട് കോപിച്ച് ആ കാമധേനു അവരുടെ കാർത്തവീര്യാർജുനൻ്റെ ആ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാമധേനുവിനാൽ നശിക്കപ്പെട്ട സൈന്യ സമൂഹത്തോടു കൂടിയവനും രുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹതചമൂചക്രേണ ഉദ്യാതേന അഭി വത്സഹാഹൃത. കുധിയാതേന അഭി ആ ദുർബുദ്ധിയും ആയ ആ മന്ത്രിയാൽ കന്നുകുട്ടി അപഹരിക്കപ്പെട്ടു. അപ്പോൾ ആ കാമധേനുവിൻ്റെ കന്നുകുട്ടിയെ അപഹരിക്കപ്പെട്ടു. ആരാണ് അപഹരിച്ചുകൊണ്ട് പോയത്? ആ ദുർബുദ്ധിയായ മന്ത്രി അപഹരിച്ചു കൊണ്ടുപോയി. ഈ കാമധേനുവിൻ്റെ വൈഭവം കൊണ്ടാണ് ആ ജമദഗ്നി ചെയ്ത ആ അതിവിശിഷ്ടമായ അതിഥി സൽക്കാരം ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ വൈഭവം നിറച്ചുള്ള ആ കാമധേനു കാമധേനുവിനെ കൊണ്ട് ആ ജമദഗ്നി ചെയ്ത അതിവിശിഷ്ടമായിട്ടുള്ള അതിഥി സൽക്കാരം കണ്ടപ്പോൾ ഈ രാജാവിന് അസൂയ തോന്നി. അപ്പോൾ അദ്ദേഹം ആ സത്കാരത്തെ അത്ര അങ്ങോട്ട് ആദരിച്ചില്ല. അപ്പോൾ ഈ കാമധേനുവിനെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള മോഹം രാജാവിനുണ്ടായി. ആ ദുർമന്ത്രി ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ കാമധേനുവിനെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള മോഹം രാജാവിനുണ്ടായി. ആ കാമധേനുവിനെ ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഭടന്മാർക്ക് കൽപ്പന കൊടുത്തു. അപ്പോൾ അങ്ങനെ പശു അങ്ങനെ കരയുന്ന പശുവാണ്. അപ്പം തൻ്റെ വയറ്റിൽ നിന്ന് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭടന്മാരെ ഇറക്കി എന്നാണ് പറയുന്നത്. ഭടന്മാരെ ഇറക്കി ഇവരോട് അവരുടെ സൈന്യത്തെ തോൽപ്പിച്ചു. പക്ഷേ ഈ കുട്ടിയെയും കൊണ്ട് അവർ പിടിച്ചുകൊണ്ട് ആ മാഹിഷ്മതി നഗരിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങയുടെ ആശ്രമത്തിന് സമീപമുള്ള വനത്തിൽ ഒരിക്കൽ കാർത്തവീര്യാർജുനൻ നായാട്ടിനായിട്ട് വരികയും ആ ജമദഗ്നിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന ആ രാജാവിനെ മഹർഷി ആ കാമധേനുവിൻ്റെ ആ മാഹാത്മ്യത്തിൽ അല്ലെ വൈഭവത്താൽ സ്വർഗതുല്യമാക്കപ്പെട്ട ആശ്രമത്തിൽ വെച്ച് സ്വർഗീയമായ വിഭവങ്ങളാൽ സകല ഭൃത്യവർഗത്തോടും കൂടി അവരെ സൽക്കരിച്ചു. അപ്പോൾ ഈ രാജധാനിയിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ദിവ്യ വസ്തുക്കളെല്ലാം രാജാവിന് വേണ്ടിയുള്ളത് മാത്രമാകുന്നു. അതുകൊണ്ട് ഈ മാഹാത്മ്യമേറിയ ഈ കാമധേനുവിനെ സ്വന്തമാക്കിയേ തീരൂ എന്ന് ഈ അവരുടെ ആ രാജാവിൻ്റെ ദുഷ്ടമന്ത്രിമാർ ഉപദേശിച്ചു കൊടുത്തു. അത് പ്രകാരം ആ ഉപദേശം അനുസരിച്ച് ആ മന്ത്രിയെ തന്നെ രാജാവ് കാമധേനുവിനെ ആശ്രമത്തിൽ നിന്നും കൊണ്ടുവരുവാനായിട്ട് വിടുകയും ചെയ്തു. അങ്ങനെ പിതാവ് ആ രാജകിങ്കരനെ അവൻ്റെ ആ ഉദ്യമത്തിൽ നിന്നും തടഞ്ഞപ്പോൾ, എന്നുവെച്ചാൽ പിതാവെന്ന് പറഞ്ഞാൽ ജമദഗ്നി, ആ ജമദഗ്നി ഈ പശുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെന്ന ആ രാജകിങ്കരനെ അതിൽ നിന്നും തടഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ ജമദഗ്നി മഹർഷിയെ കൊലപ്പെടുത്തി ആ മന്ത്രി. എന്നിട്ട് ആ ദിവ്യഗോവിൻ്റെ അന്തർഭാഗത്ത് നിന്നും വന്ന പടയാളികൾ രാജാവിൻ്റെ സേനയെ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ മന്ത്രി അപ്പോൾ എന്ത് ചെയ്തു? ആ കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആഖേഡോപഗതോർജുനസുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്രാ പരിപൂജിത പുരഗതോ
ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം നിയുങ്ക്തകുധിയാ തേനാഭിരുന്ധന്മുനി പ്രാണക്ഷേപ സരോഷഗോഗതചമോ ചക്രേണ വത്സോ ഹൃദഃ.